വെനസ്വേലയുടെ വ്യോമമേഖല അടച്ചതായി കണക്കാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലഹരിക്കടത്ത് ആരോപിച്ച് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയോ ഭീകര സംഘടനയുടെ അംഗമായി പ്രഖ്യാപിച്ചിട്ട് പിന്നാലെയാണ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞ ഈ കുറച്ച് കാലമായി നമ്മുടെ ഈ അമേരിക്കൻ പ്രസിഡന്റ് മിക്ക രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ കയറി ഇടപെട്ടുകൊണ്ടിരിക്കുക. എന്താണാവോ അങ്ങനെ തീരുമാനം എന്നറിയില്ല, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെയിൻ. അങ്ങേപോലെ ഡൊണാൾഡ് ട്രംപ് മയക്കുമരുന്ന് അതുപോലെ പിന്നെ മദ്യപാനം ഇത് രണ്ടിനും ചെറുപ്പകാലം മുതലേ കട്ടയ്ക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് വരുന്ന ഈ അനധികൃത കുടിയേറ്റക്കാരിൽ കൂടെ വരുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘങ്ങളുടെ ഉറവിടം വെനിസ്വേലയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് കാലാകാലങ്ങളായി ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ്. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് വെനിസ്വേല വ്യോമമേഖല അടച്ചതായി കരുതണമെന്നാണ്. എല്ലാ വിമാന കമ്പനികളും അതുപോലെ പൈലറ്റുമാര്, മയക്കുമരുന്ന് സംഘങ്ങൾ, അതുപോലെ മനുഷ്യക്കടത്തുകാർ ഇവരെല്ലാം ഇതൊരു മുന്നറിയിപ്പായിട്ട് കാണണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. ഈ വെനിസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മദൂരയുടെ ഒപ്പമുള്ളവരെയും ഒക്കെ ഭീകര സംഘടനയുടെ തലവന്മാരായിട്ട് അമേരിക്ക കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പെന്റഗൺ ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സൈനിക നീക്കത്തിന്റെ ഭാഗമായിട്ട് ഈ മേഖലയിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. 1 ഡസനിലധികം യുദ്ധക്കപ്പലുകളും 10,000-കണക്കിന് സൈനികരും ഇപ്പോൾ തന്നെ ഈ മേഖലയിലുണ്ട്. ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളൊരു സൂചനകൾ പക്ഷേ പെന്റഗൺ ഇതുവരെയും നൽകുന്നുമില്ല. മദൂരയുടെ കസേര തെറിപ്പിക്കുക എന്നൊരു ഉദ്ദേശം ഡൊണാൾഡ് ട്രംപിനുണ്ടെന്നൊരു രാഷ്ട്രീയ വിലയിരുത്തലുമുണ്ട്. മദൂരയ്ക്കെതിരെ ചിലപ്പോൾ ഉപരോധം ഏർപ്പെടുത്താനും അവരുടെ ആസ്തികൾ മരവിപ്പിക്കാനും ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നുമുണ്ട്. വെനസ്വേലയിലെ ജനങ്ങൾക്കെതിരെയായിട്ടുള്ള ഒരു അതിരുകടന്ന ഒരു നീക്കമാണ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് നീതീകരിക്കാത്ത ഒരു നീക്കമാണ് എന്നൊക്കെയാണ് അവരുടെ വിദേശകാര്യ മന്ത്രി ഇപ്പോൾ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മുതലാണ് വെനിസ്വേലയ്ക്കെതിരെയുള്ള ഈ നടപടികൾ ട്രംപ് കടുപ്പിച്ചത്. കരീബിയനിൽ കൂടെ വന്ന 22 മയക്കുമരുന്ന് ബോട്ടുകളാണ് ബോംബിട്ട് തകർത്തത്. 83 പേരാണ് ഈ മയക്കുമരുന്ന് സംഘങ്ങൾ ഈ ബോട്ടിലുണ്ടായവർ കൊല്ലപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് US കോൺഗ്രസിൽ ഭിന്ന അഭിപ്രായങ്ങളും ഉണ്ട്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.